Assalamu alaikum friends and once again welcome back to Hasna's Henna Hut. ഇന്നത്തെ വീഡിയോയിൽ നല്ല മുഞ്ചുള്ള 3 പോട്ട്സ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ 3 വ്യത്യസ്തമായ പോട്ട്സ് 3 വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ടുണ്ട്. എല്ലാ പെയിൻറ്റിൻ്റെ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ പാക്കറ്റിന് 25 റുപ്പീസാണ് വില ഉള്ളൂ. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം ഫെവിക്കോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നന്ന ലൂസാവാൻ പറ്റില്ല, കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് കുഴച്ചാൽ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ടൈറ്റായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു ഐസ്ക്രീമിൻ്റെ പാട്ടിയാണ്. അതിലേക്ക് അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ തേച്ച് കൊടുക്കുക. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഈ മിക്സ്ചർ ഉണ്ടാക്കിയ പാട് തന്നെ നമ്മൾ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് സെറ്റായി പോവും. എന്നിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. അപ്പോൾ വേറെ തന്നെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഈ പാട്ട കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു മണി ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അപ്പർ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്തെടുക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൗൾ ഷേപ്പിലുള്ളൊരു പോട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിന് അനുസരിച്ചിട്ടുള്ളൊരു പാത്രം എടുക്കുക. അത് ഒരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്ത് ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഒന്ന് അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കുക. ഇതൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ മേലെയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുക. കാരണം അവസാനം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതുപോലെയാണ് കവറിൻ്റെ മേലെ വെക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കുക. കുറച്ച് അത്യാവശ്യം വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നേരത്തെ പോലെ ടൈറ്റ് അല്ല, ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണ്. ഇതേപോലെ അത്യാവശ്യം ഒരു ടവലിൻ്റെ വലുപ്പത്തിലുള്ള ഒരു വേസ്റ്റ് തുണി എടുക്കുക. അത് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ്ചറിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് അതൊന്ന് വെറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ. വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് നമ്മുടെ ബൗളിൻ്റെ മേലെയായിട്ട് ഇതൊരു റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയായിട്ട് കംപ്ലീറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കവർ ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല വെയിലത്ത് നന്നായിട്ട് ഉണങ്ങാൻ വെക്കുക. 24 അവർ തന്നെ വെച്ചോളൂ. ഒരു 3 to 4 അവർ കൊണ്ട് തന്നെ ഉണങ്ങും. പക്ഷേ 24 അവർ വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ 1 ഡേ ഉണക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ഇത് ഈ കവറിൻ്റെ മേലെ നിന്ന് റിമൂവ് ചെയ്യാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ അതിങ്ങോട്ട് പോന്നോളും.
ഇനി നമുക്ക് ആ ഉള്ളിൽ വെച്ച ആ പോളിത്തീൻ ബാഗ് ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുക. നല്ല ഫോഴ്സ് കൊടുക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇങ്ങ് വരും. നിങ്ങൾക്ക് നല്ല സ്മൂത്ത് സർഫസാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു സാൻഡ് പേപ്പർ എടുത്ത് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്ത് സർഫസായിട്ട് കിട്ടും. പക്ഷേ ഞാനിവിടെ ഒരു നാച്ചുറൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇങ്ങനെ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഇനി നമ്മളിതിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ബ്ലാക്ക് കളർ കൊടുക്കുക. ഉള്ളിലും ബ്ലാക്ക് കളർ കൊടുക്കണം, പക്ഷേ അത് ലാസ്റ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരും. നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നെക്സ്റ്റ് പെയിൻറ്റിങ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മെറ്റാലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. മെറ്റാലിക് കളേഴ്സിന് ഷോപ്പിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടും കോപ്പറും ബ്രോൺസും പിന്നെ ഗോൾഡും, അതിനോടൊപ്പം സിൽവറും കിട്ടും. പക്ഷേ ഞാനിവിടെ കോപ്പറും ബ്രോൺസും പിന്നെ ഗോൾഡും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫസ്റ്റ് ഗോൾഡ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യല്ല, ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ബ്ലാക്കും കാണണം, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന കളറ് കോപ്പറാണ്. അതിൻ്റെ മീറ്റിംഗ് പോയിൻറ്റിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് കളർ ചെയ്തതാണെന്ന് തോന്നരുത്. നെക്സ്റ്റ് നമുക്ക് ബ്രോൺസ് കൊടുക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുക്കുക. നമ്മൾ നെക്സ്റ്റ് ചട്ടി നമ്മളിവിടെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗോൾഡൻ സ്പ്രേ പെയിൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ മൊഞ്ചത്തികളും ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് പണി എന്ന് പറയുന്നത് ഇതൊന്ന് വാർണിഷ് വെച്ച് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി കാലം അത് നീണ്ടു നിൽക്കും, അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. ഈ പോട്ട് ഞാൻ ഫ്ലവറൊന്നും പ്ലാന്റ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് റോസ് പെറ്റൽസ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മറ്റ് 2 പോട്ടിലും ഞാൻ 2 ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. And thanks for watching my video. Thank you.